നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ആ അങ്കി ആകാശത്തോളം മുട്ടേ വളരാൻ ആരാണ് ആ അങ്കി ചാർത്തി കൊടുത്തത്? പറഞ്ഞു വന്നത് അർജുൻ അയങ്കിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഞാൻ ഈ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ തിരുത്തലിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവസാന നിലയിലുള്ള വീഡിയോകൾ അവസാനിപ്പിച്ച് മറ്റൊരു ചില അവയർനെസ്സുകൾ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഓരോ മാലക്കെട്ടും കൊണ്ട് വരിക. എം പി ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ ജില്ലാ സെക്രട്ടറി കണ്ണൂരിൻ്റെ, അദ്ദേഹത്തിന് പഴയ കാലത്ത് പിന്നെ ഒരു 10, 15, 20 കൊല്ലത്തിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സിംഹഗർജനം പോലെ കേട്ട ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം സംസാരിക്കുമ്പോഴേക്കും ആളുകൾ അവജ്ഞയോടെയാണ് കാണുന്നത്, പുച്ഛത്തോടെയാണ് കാണുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത്തരം ആളുകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുക. ഇവരുടെ പ്രതികരണം, ഒരു പ്രതികരണത്തിൽ അനേകം ആളുകളെ പാർട്ടിയോട് വെറുപ്പുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ അർജുൻ അയങ്കിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. എന്തിനാണ് ഇവർ പ്രതികരിക്കുന്നത്? MP ജയരാജൻ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? അതിൽ ബാക്കിയുള്ള ആളുകൾ പ്രതികരിക്കേണ്ട ആവശ്യം എന്താ? അതിൽ അഭിപ്രായം പറയാനില്ലെന്ന് പറഞ്ഞാൽ പോരെ? അത് എന്തെല്ലാം വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത്. ഒരു കാലഘട്ടത്തിൽ CPIM കണ്ണൂർ DC ഓഫീസിൻ്റെ മുക്കിലും മൂലയിലും എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? ഇവരവിടുത്തെ സ്റ്റാഫായിരുന്നില്ലേ? അർജുൻ അയങ്കിയും ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ഒരു പറ്റം ആളുകൾ. അന്ന് നിങ്ങൾക്ക് ഇവരെ ഇങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തിക്കൂടായിരുന്നോ? അവരെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിച്ചു, എല്ലാത്തിലും വന്നു. അവരെ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ ഒരു പങ്കില്ലേ? ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ തള്ളിപ്പറയാമെങ്കിൽ നാളെ യുവാക്കളെ ഇത്തരം ആവശ്യങ്ങൾക്ക് ലഭ്യമാകില്ല. അർജുൻ അയങ്കി പറഞ്ഞൊരു കാര്യം കൃത്യമാണ്. സഹായിച്ചിട്ടില്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തരുത്. ഈ പിന്നിൽ നിന്നും കുത്തുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്, പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഓരോ ആളുകളെ കാണുകയും ഫണ്ട് കളക്ഷൻ നടത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓരോ നാട്ടിൽ പോയി ചെല്ലുമ്പോൾ ആ നാട്ടിലുള്ള പരിചയമുള്ള രാഷ്ട്രീയക്കാരെയും CPIM സഖാക്കളെയും അന്വേഷിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞടാ, എൻ്റെ ബെസ്റ്റ് സുഹൃത്താന്ന് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി മറ്റേയാൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ ചങ്ങായി ഫോൺ എടുത്ത് നമ്മുടെ മുമ്പിൽ തന്നെ വിളിച്ചു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവൻ്റെ മറുപടി, ഇവൻ്റെ ബെസ്റ്റ് തോളിൽ കൈയിട്ട് നടക്കുന്ന ബെസ്റ്റ് ചങ്ങായിൻ്റെ മറുപടി, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലപ്പാ, അതെല്ലാം വെറുതെ ഇവരിങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് നടക്കുന്നതാണ്. ധർമ്മം കൊടുക്കാൻ കഴിയില്ലെങ്കിലും പട്ടീനെ അഴിച്ചുകൊണ്ടല്ലോ. അപ്പോൾ ഈ പിന്നിൽ നിന്ന് കുത്തല്, തോളിൽ കൈയിട്ടിട്ട് കുത്തുന്ന പരിപാടി ഉണ്ട്. അർജുൻ അയങ്കിയെ കുത്തിയത് ഒരുപക്ഷെ അദ്ദേഹം ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിന് ആ പ്രവൃത്തി എല്ലാം ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും. പക്ഷേ ഈ സുഹൃത്തിനെ കുത്തിയതോ, അപ്പോൾ ഇത് തുടർമാനമായുള്ളൊരു ശീലവും സ്വഭാവമായി വരികയാണ്. നമ്മൾ കുറേ ആകെ ഒരു പൊതിച്ചോറിൻ്റെ കണക്കും വേറെ എന്തൊക്കെയോ കണക്കുകളും പറഞ്ഞിട്ട് പഴയ പല കണക്കുകളും പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. മൗനമായി മിണ്ടാതെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, പോലീസുകാർ പിടിച്ചു, ആയെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അവരെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു, അതിന് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇത് സുധാകരനോ PD സതീശനോ ആയെങ്കിൽ എന്താ പറയാം? സുധാകരനാണെങ്കിൽ പറയും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നാ പറയാം, എൻ്റെ മക്കളെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറയും. സുധാകരൻ അങ്ങനെയാ പറയാം. അതുപോലെ തന്നെ മറ്റുള്ളവരും പറയാം. ഇത് ഇവർക്കുള്ളൊരു സൂക്കേട്. അപ്പുറത്ത് തള്ളിപ്പറയില്ല, പാർട്ടി തള്ളിപ്പറഞ്ഞല്ലോ, അവരൊഴിവാക്കിയല്ലോ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അത് പച്ചക്ക് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാണ്, വേശ്യകളെ ഉപയോഗിക്കുന്നത് പോലെ ആവശ്യം കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്ന സ്വഭാവം. ഒരു നല്ല കാലഘട്ടത്തിൽ ആ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം മൊത്തം. എൻ്റെ നാട്ടിൽ വേറൊരു ചങ്ങായിട്ട് സുഭാഷ് എന്ന് പറഞ്ഞിട്ട്, സുഭാഷിനെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൊണ്ടുപോയി ഉപയോഗിച്ചു. പോയി ലാസ്റ്റ് എന്താ പറയുക, നിക്കക്കളി ഇപ്പോൾ കാപ്പ ചുമത്തിയിട്ടാണുള്ളത്. അങ്ങനെ ഓരോ പ്രദേശത്തും ഇങ്ങനെ കൊണ്ടുപോയി ഒരുപാട് ആളുകളുടെ ജീവിതം താറുമാറാക്കുകയാണ്. ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട്, ഇവരുടെയൊക്കെ ആവേശം മൂത്ത് ഇവരെ പറയുന്നത് കേട്ട് ഇപ്പോൾ നമ്മളെ കമൻറ്റിൽ തെറി വിളിക്കാനും പലതിനും വരുന്ന ആളുകളുണ്ടല്ലോ. ഇത്തരം ആളുകളുടെ
ആവേശമായ പകരുന്ന വാക്കുകൾ കേട്ടിട്ടാണല്ലോ ഇത് വരുന്നത്. അവരുടെ സുരക്ഷിത മേഖല അവർ നോക്കുക. അവർക്കൊരു പ്രശ്നം തട്ടും തോന്നുമ്പോൾ, അവർക്ക് സംഘടനാപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ പരസ്യമായി തള്ളിപ്പറയും, നമുക്കറിയേയില്ല എന്ന് പറയും. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരെയും തള്ളിപ്പറയുക എന്നുള്ളത് എന്തോ ഒരു എന്താ പറയുക, അതിലെന്തോ വലിയൊരു നേട്ടം ഉണ്ട് എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ അതിലെന്തോ കണ്ടിട്ട് എല്ലാവരെയും തള്ളിപ്പറയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ അവരെ കൂടെ നിൽക്കല്ല, അവരെ തള്ളിപ്പറയൽ. ഇതൊരു ശീലവും ശൈലിയുമാക്കി മാറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ നാളുകളിൽ പരിപാടിക്ക് കിട്ടൂല, ഈ പാർട്ടിയോട് കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള യുവാക്കളെങ്കിലും ആളുകളെങ്കിലും ഇത്തരം പണ്ട് മണ്ടന്മാരായ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ ചെയ്യുമ്പോൾ 2 തവണ 10 തവണ ചിന്തിക്കണം. പത്രോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ബൈബിൾ കഥാപാത്രമല്ല, അവർ ബൈബിൾ വിശ്വാസികൾക്ക് സ്ലീഹനാണ്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യേശുവിൻ്റെ പ്രധാന ശിഷ്യനാണ് പത്രോസ് ക്രൂശീകരണത്തിൻ്റെ സമയത്ത്, കർത്താവേ, ഞാൻ നിന്നെ ഒരു കാലത്തും ഒറ്റിക്കൊടുക്കില്ല, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പടയാളികളുടെ ചെവി വരെ മുറിച്ച് കളഞ്ഞ ആളാണ്. പടയാളികളുടെ ചെവി മുറിക്കൂ, പക്ഷെ അപ്പോഴും ക്രിസ്തുവരെ മാത്രം കാണിച്ചു, ആ ചെവി നേരെയാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞത്, കോഴി കൂവുന്നതിന് മുന്നേ 3 തവണ നീ എന്നെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞതുപോലെ പിന്നീട് ക്രൂശീകരണത്തിന് നടുവേ ക്രൂശുമെടുത്ത് ഗോൽഗോത്ത മലയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പടയാളികൾ ചോദിച്ചു, നീയും ക്രിസ്തുവിൻ്റെ കൂടെയുള്ളതല്ലേ, നീ അവരുടെ കൂടെയുള്ളതെന്ന് പറവേ, ഞാൻ അറിയില്ല, എനിക്കങ്ങനെ സംഭവമില്ല, അങ്ങനെ ഒരു ഭാഗമുണ്ട്, എനിക്കിവരെ അറിയേയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും. എന്നതുപോലെ ഇവർ പറയുന്നത് കേട്ടിട്ട് തുള്ളാൻ പോയി, പ്രശ്നമുണ്ടാക്കി, കേസിലും കുടുങ്ങി, കേസ് നടത്താൻ പൈസയാക്കി, ഇതുപോലെ എല്ലാ ഇതിലും വന്ന് ലാസ്റ്റ് ഇവരെ നമുക്കറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് കറിവേപ്പിലേക്ക് പിന്നെയും സുഗന്ധവും അല്ലെങ്കിൽ അല്പം ചിലവർ കഴിക്കും, അതുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് കൂടെ നിന്ന് കൊണ്ടു നടന്നിട്ട് നീ ചെയ്യടാ, പ്രേമ, അടി പ്രേമ, കുത്തു പ്രേമ എന്ന് പറയും. ഞങ്ങൾ ചെന്ന് കുത്തും, ലാസ്റ്റ് പിന്നെ പറയും അതൊന്നും നമ്മളാരും അറിയില്ല, അത് നമുക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അർജുൻ നായങ്കിയും ആകാശ് തില്ലങ്കരിയും അതുപോലുള്ള ആളുകളും ഒരു പാഠം ആകട്ടെ. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഒരാളെ തെറി വിളിക്കുമ്പോൾ, അയൽവക്കക്കാരനെ തെറി വിളിക്കുമ്പോൾ, രാഷ്ട്രീയ എതിരാളികളെ തെറി വിളിക്കുമ്പോൾ ഒരു 10 തവണയെങ്കിലും ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ആപത്ത് വരുമ്പോൾ അത് നമുക്ക് ആരാണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല.